ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഡാർക്ക് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഒക്കെ ശ്രദ്ധിക്കുക. ഡാർക്ക് ആണെങ്കിൽ നിങ്ങൾ 3 ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഡാർക്ക് കുറവുണ്ടെങ്കിൽ ഒരു 4 4.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒരു 3 പ്രാവശ്യങ്ങൾ അരിച്ചെടുക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട ഞാൻ ചേർക്കുന്നുണ്ട്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും ഒരു പ്രത്യേകമായിട്ട് എല്ലാവരും പറയുന്നത് സ്പഞ്ചിന് മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും അത് നോട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാര 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചിട്ടിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി പാത്രം വെക്കണം. ഓവനാണെങ്കിൽ നിങ്ങൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ ബീറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് 1 സ്റ്റെപ്പിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതും ഓയിൽ ചേർത്തതിന് ശേഷം നിങ്ങൾ അധികമിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ആവുന്ന രൂപത്തിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യേണ്ടത്. കട്ട് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുക, ഫോൾഡ് ചെയ്യുക കേട്ടോ. അതുപോലെ ചെയ്ത് നമ്മൾ ഒരു കുറച്ച് നേരം ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഒരു ടിന്നിലേക്ക് ബട്ടർ പേപ്പർ, ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്യുന്നത് ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ മുകളിലോട്ട് വന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പാത്രത്തിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. സ്പഞ്ച് റെഡിയാവുന്ന ടൈം കൊണ്ട് നമുക്ക് അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ച് പിന്നെ ബീറ്റ് ചെയ്ത പാത്രവും ബ്ലേഡും നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കണം. അപ്പോൾ അപ്പോഴേക്കും അത് തണുത്ത് നല്ല സെറ്റായിട്ടുണ്ടാവും. അതിന് ശേഷം ഞാൻ ഷുഗർ സിറപ്പൊക്കെ റെഡിയാക്കി. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അത്യാവശ്യം അവിടെയുള്ള പണികളും കാര്യങ്ങളും ക്ലീനിങ്ങൊക്കെ നടത്താം. അപ്പോൾ ഷുഗർ സിറപ്പിന് വേണ്ടി 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവുമാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം വേണം നിങ്ങൾ ടിന്നിൽ നിന്ന് ഇത് മാറ്റണമെങ്കിൽ. അപ്പോൾ ടിന്നിൽ നിന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെക്കുക. അതിന് ശേഷം നമുക്ക് ലെയർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചൂടാറിയിട്ടില്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനും വിണ്ടുപോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഞാനപ്പോൾ ഈ സ്പഞ്ച് ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
സെൻറ്ററിൽ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തില്ലേ, ഫസ്റ്റ് കട്ട് ചെയ്ത ഭാഗം, ആ ഭാഗമാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. സെൻറ്ററിൽ ഇപ്പോൾ അതാണ് വെച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക, എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് എനിക്ക് തികഞ്ഞില്ല, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും അടിയിൽ നമ്മൾ ബട്ടർ പേപ്പർ ഉലിച്ച ഭാഗം മേൽഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ലെവൽ നമ്മുടെ കേക്കിന് കിട്ടും, അല്ലെങ്കിൽ പൊന്തി. The fakeness, if you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want... നമുക്ക് രണ്ടാമത്തെ ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല തിക്കിൽ വേണം ക്രീം ചേർത്ത് കൊടുക്കണമെങ്കിൽ. ഇനി ഞാൻ കേക്കിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാനുള്ള ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. ഇപ്പോൾ കേക്കൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് സൈഡിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേഫർ ഷീറ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം കേക്കിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കേക്ക് നമുക്ക് 20 മിനിറ്റോളം പുറത്ത് തന്നെ വെക്കണം. ഇത് ശരിക്കും സെറ്റായിട്ട് കേക്കിലോട്ട് സെറ്റായിട്ട് കിട്ടുന്നവരെ. ഞാനിവിടെ ഒരു റോസറ്റിൻ്റെ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഡെക്കറേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 20 മിനിറ്റോളം നിങ്ങൾ വെക്കുക, പുറത്ത് തന്നെ വെക്കണം. ഫ്രിഡ്ജിൽ ഇതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് കയറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെയും ഈ വേഫർ ഷീറ്റ് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ, കട്ട് ചെയ്താൽ ശരിക്കും കിട്ടില്ല കേക്ക്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. കമൻറ്റ് ബോക്സിൽ ഇൻഷാല്ലാ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. ഞാൻ വളരെ ഹാപ്പിയാണ്, കാരണം എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.